നെക്സ്റ്റ് ജാമ്പിയാണ്. നിങ്ങളതിന് ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് കണ്ടു കാണുമല്ലോ ജാമ്പിയുടെ. ഇത് കണ്ടിരുന്നോ? അതാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മൂവിയും ഉണ്ട്. അപ്പം ടോട്ടൽ 5 ആവും. ഈ ഞാനിലേക്ക് തന്നെ വരാനുള്ള കാരണം ഞാനിലേക്ക് ഞാനെ വെച്ച് ചലഞ്ചിങ് അല്ലേ ആയിരുന്നു? ഇല്ല, ഞങ്ങൾ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ടറിന് സൂട്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ അതിനകത്ത് വേറെ ചിന്തിക്കാറില്ല. അത് മാത്രമല്ല, വീക്കെൻഡ് നടനപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനറും കൂടിയാണ്. മനസ്സിലായി? അപ്പം ആയിക്കോട്ടെ, കൊണ്ടലായിക്കോട്ടെ, ഇതോടൊപ്പം നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക്. അപ്പം ആ രീതിയിൽ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും. അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക, ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് ആ ബ്ലൈൻഡ് ആയിട്ട് ഒരു ക്യാമ്പിൽ എടുക്കുന്നത്. അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും. നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് നിലവിലുള്ളത്. സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത 3 മൂവീസിലുള്ള പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഡിസ്കഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് പുള്ളി പേഴ്സണലായിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും. അതിനകത്ത് തമാശ കലർന്ന തമാശ ഉത്തരങ്ങൾ പറയുന്നത് അതല്ല, പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ തന്നെ പുള്ളി തോന്നിയിട്ടുള്ള മലയാള സിനിമയ്ക്ക് നഷ്ടമാവുന്ന പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ്. പക്ഷെ എന്തായാലും മടി പിടിച്ച് എഴുതുന്നില്ല. പുള്ളിയുടെ അടുത്ത് എനിക്ക് 2-2.5 വർഷം മുമ്പ് പറഞ്ഞത് സബ്ജക്ട്സിന്റെ ഇതിലൊക്കെ ഞാൻ പറയുന്നത്. പക്ഷെ അതുപോലെ നല്ല 1-2 സബ്ജക്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കും കൊടുക്കുകയോ ചെയ്യുന്ന ഞാൻ മിനിമം പറഞ്ഞു. അപ്പൊ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പല ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യും, അമിതമായിട്ട് ടേസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ. ആ ഒരു ക്വാളിറ്റി പുള്ളിക്ക് ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ടെക്നീഷ്യനായിട്ടും പുള്ളി ശോഭിക്കണം. അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഇന്റർവ്യൂവിൽ ഒരു മനുഷ്യൻ എന്താ അന്യമല്ലോ അല്ലല്ലോ, മനസ്സിലായി, പണ്ട് മനസ്സിലായി. എക്സ്പീരിയൻസ് വെരി ഫൺ മാൻ.